അവിയൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആ ഒരു പേര് പോലെ ഇങ്ങനെ എല്ലാം കൂടെ കുഴഞ്ഞ് അവിഞ്ഞിരിക്കുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് വെജിറ്റബിൾസിൻ്റെ മേലെ ഇങ്ങനെ ആ ഒരു തേങ്ങയൊക്കെ പുരണ്ട് കിടക്കുന്ന നല്ലൊരു അവിയലാണ് കേട്ടോ. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടം. നല്ല ടേസ്റ്റി ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അവിയൽ ഉണ്ടാക്കാനായിട്ട് നമ്മൾ വെജിറ്റബിൾസ് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള നോക്കിയെടുക്കുക കേട്ടോ. ഒരുപാടങ്ങ് വാടിയത് എടുക്കരുത്, അപ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ വെന്ത് കുഴയുന്ന ടൈപ്പ് വെജിറ്റബിൾസ് എടുക്കാതിരിക്കുക കേട്ടോ. അപ്പം നമ്മളിന്ന് ചട്ടിയിലാണ് അവിയൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ക്യാരറ്റ്, കുക്കുംബർ, ബീൻസ്, പടവലം, കോവക്ക, പിന്നെ 2 പച്ചമുളകും ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മളിതാ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ മാത്രമായിട്ട് വെളിച്ചെണ്ണ, പിന്നെ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ. നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്തുകൊണ്ട് തന്നെ ഇതിങ്ങനെ വെന്ത് വരുന്ന സമയത്ത് എല്ലാം കൂടെ അങ്ങ് വെന്ത് കുഴയില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ വേറിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. അപ്പോൾ എല്ലാം കൂടെ അങ്ങ് വെന്തിട്ട് പിന്നെ തേങ്ങയും തൈരൊക്കെ ചേർക്കാനല്ലേ, അപ്പോൾ അതങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ ഒരു പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഇങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു അരപ്പ് വേണം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ കുറച്ച് തേങ്ങ ചിരവിയത്, അതിലേക്ക് 2 ചെറിയ ഉള്ളി, 3 പച്ചമുളക്, കുറച്ച് മാത്രം ചെറിയ ജീരകം, 1-2 ചെറിയ വെളുത്തുള്ളി. അപ്പോൾ ഇത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഞാൻ 1 എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മാത്രം കറിവേപ്പില. ഇത്രയും നന്നായിട്ട് നമ്മളൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ തേങ്ങയൊക്കെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് അങ്ങ് അടിക്കരുത്. ജസ്റ്റ് മിക്സിയിലിട്ടിട്ട് ഇങ്ങനെ പൾസ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ അതുപോലെ തന്നെ വെജിറ്റബിൾസും ഏകദേശം ഒരു 80% കുക്കായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിൽ കിട്ടണം, അപ്പോഴേ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് വെന്ത് കഴിയുമ്പോൾ അങ്ങ് മുറിഞ്ഞു പോകും പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ കംപ്ലീറ്റ് ആയിട്ടും ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു പാകത്തിന് വെന്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു തേങ്ങ ഇട്ടിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് വെജിറ്റബിൾസ് ഒന്നും ഇങ്ങനെ ഉടഞ്ഞു പോയിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാം കൂടെ അങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ കുറച്ച് മാത്രം, ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ടാണ് വെജിറ്റബിൾസ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് തൈര് ഒരുപാട് വേണ്ട, അത്യാവശ്യം ഒരു പുളിയുള്ള തൈര് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടെ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ചൂടാക്കി എടുക്കണം. ആ ഒരു അരപ്പൊക്കെ ഒന്നിങ്ങനെ കുക്കാവാനായിട്ടും ആ തൈരൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ കുക്കാവാനായിട്ട് നമ്മൾ ഏകദേശം ഒരു 1-2 മിനിറ്റ് ഒന്നിങ്ങനെ കുക്ക് ചെയ്തിട്ട് നമ്മൾ ഓഫ് ചെയ്യുകയാണേ. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ നമ്മളിത് ഇതുപോലെ പച്ച വെളിച്ചെണ്ണയാണ് നമ്മൾ അവിയൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് പൊതുവേ ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്, ആ ഒരു വെളിച്ചെണ്ണയും കറിവേപ്പില ഒഴിക്കുന്ന സമയത്ത് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ്. അതാണ് കറക്റ്റ് നമുക്ക് അവിയലിൻ്റെ ആ ഒരു സ്മെല്ല് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ പെർഫെക്റ്റ് ആയിട്ടുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചട്ടിയിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.